അപ്പൊ ഫൈസൽ സാർ, അബ്രാം സാർ റെഡി അല്ലേ? രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. Ready. നമുക്ക് സ്റ്റാർട്ട് Thank you, ma'am. ചെയ്താലോ? ഓക്കെ ഓക്കെ. സ്റ്റാർട്ട് ചെയ്തോളൂ. ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഫൈസൽ എന്നാണ്. ഞാൻ എന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാം. എല്ലാവർക്കും സുഖമല്ലേ? സുഖം. ഞാൻ ദുബായിലാണ്. ഇവിടെ ഇപ്പോ നല്ല ഇടിവെട്ട് മഴ, കാറ്റ്, കുനിഞ്ഞു എന്ന വെള്ളപ്പൊക്കം, നിവർന്നു എന്ന മിസൈൽ എന്ന് പറഞ്ഞ പോലെ നല്ല അവസ്ഥയാ. അപ്പോ നല്ല ഇടിവെട്ട് മഴയും നല്ല സാഹചര്യങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് ഇവിടെ. അപ്പൊ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ സ്ഥലം വടകരയിലാണ്, കോഴിക്കോട് ജില്ലയിൽ വടകരയിലാണ്. ഞാനിവിടെ ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയിൽ സീനിയർ സൂപ്പർവൈസറായിട്ട് ജോലി നോക്കുന്നു. ഞാനൊരു ടെലികോം എഞ്ചിനീയർ ആണ്. 18 വർഷത്തോളമായി ടെലികോം മേഖലയിൽ ജോലി നോക്കുകയാണ്. നമ്മളിന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് വിംബിൾ അക്കാദമിയുടെ കീഴിൽ നടത്തി വരുന്ന ട്രെയിനേഴ്സ് ടോക്കിന്റെ സെഷനിലാണ്. എത്രാമത്തെ സെഷൻ ആയിരുന്നു? 115ആണോ? ഓക്കെ. എന്തായാലും നമ്മൾ ഇന്നത്തെ സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിനു മുമ്പ് ഇവിടെ ഈ ട്രെയിനിങ് സെഷൻ എടുക്കുന്നത്, ഈ ട്രെയിനേഴ്സ് ടോക്കിൽ ട്രെയിനിങ് സെഷൻ എടുക്കുന്നതെല്ലാം തന്നെ നമ്മളെ ട്രെയിനേഴ്സ് ട്രെയിനിങ് എന്ന പ്രൊഫഷണൽ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയ ആളുകളാണ്. എല്ലാവരും തന്നെ പ്രൊഫഷണലായി ട്രെയിനേഴ്സ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരാണ്. ഇതിൽ ക്ലാസ്സുകൾ എടുക്കുന്ന എല്ലാവരും തന്നെ. ഞാൻ ഈ കോഴ്സ് 2 തവണ പൂർത്തീകരിച്ച ഒരാളാണ്. അതിന്റെ 5ാമത്തെ ബാച്ചിലും അതേപോലെ 24ാമത്തെ ബാച്ചിലും ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോ ഈ ഒരു കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ അഭിപ്രായത്തില് നമ്മുടെ ട്രെയിനേഴ്സിന് മാത്രമല്ല, ഒരു പബ്ലിക് സ്പീക്കിംഗ് ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് നിർദ്ദേശിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. കാരണം എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും, 2 തവണ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ് ഞാൻ. ഈ ഒരു മറ്റ് കോഴ്സുകളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണ്. എന്നാൽ ഈ കോഴ്സിനെ നിങ്ങൾ കൂടി ഒന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. കാരണം മറ്റ് ഒരുപാട് കോഴ്സുകൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ നമുക്കൊരു ഒരുപാട് കോഴ്സുകൾ ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനൊരു ഉപകാരം കിട്ടണമെന്നില്ല. പലപ്പോഴും നമ്മളൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഉപകാരം കിട്ടണമെങ്കിൽ നമ്മളത് യൂസ് ചെയ്യണം. അവിടെയാണ് വിംബിളും മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. വിംബിളിന്റെ മുമ്പിൽ ഈ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാലും ആളുകൾക്ക് കൊടുക്കാനായിട്ട് ഒരുപാട് അവസരങ്ങളാണ്. നമ്മളൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവസരങ്ങൾ തേടി നമുക്ക് അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല. വിംബിളിനെ സംബന്ധിച്ചിടത്തോളം മോർണിംഗ് സർക്കിള്, ട്രെയിനേഴ്സ് ടോക്ക്, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ വിംബിളിന് അവൈലബിൾ ആയിരിക്കുകയാണ്. മോർണിംഗ് സർക്കിളിന് ഏകദേശം എനിക്ക് തോന്നുന്നു 315 എപ്പിസോഡുകൾ പിന്നിട്ടു. അപ്പൊ എനിക്ക് തന്നെ അതിൽ 6ഓളം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനുള്ള അവസരം കിട്ടി. അതേപോലെ ട്രെയിനേഴ്സ് ടോക്കിന് ഡിഫറെന്റ് ആയിട്ടുള്ള അവസരങ്ങൾ. ഇതേപോലെ അഭിരാം സാറ് ട്രെയിനേഴ്സ് ടോക്കിന്റെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതാണ്. ട്രെയിൻ ദ ട്രെയിനർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോ ഇതേപോലെ നിരവധി അവസരങ്ങൾ നൽകിക്കൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നേറാൻ വിംബിളിന് കഴിയുന്നു എന്നിടത്താണ് വിംബിളും മറ്റുള്ള സ്ഥാപനങ്ങളും ഇൻസ്റ്റിറ്റ്യൂട്ടുകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. അപ്പോ ഞാൻ ഈ കാര്യങ്ങൾ കൂടി നിങ്ങളുടെ മുമ്പിൽ ഒന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചു എന്ന് മാത്രം. അപ്പോ നമ്മുടെ ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്നത് അഭിരാം സാറാണ്. ഇന്നത്തെ വിഷയം നിങ്ങൾക്കറിയാം, എന്താണ്, തോട്ട് ഷിഫ്റ്റ് പാരഡൈം എന്നുള്ളതാണ് അല്ലെ? അപ്പോ ഈ ഈ ഒരു വിഷയം വളരെ കാലികമായ പ്രസക്തമായ ഒരു വിഷയമാണ്. കാരണം നമുക്കറിയാം, ഇന്ന് നമ്മൾ പലവിധങ്ങളായ മാനസിക സംഘർഷങ്ങളിൽ പെട്ടുകൊണ്ട് ആ ഒരു മാനസിക സംഘർഷങ്ങളിൽ പെട്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്ന, നമ്മളെ ചിന്ത മൊത്തം നെഗറ്റീവായി പോകുന്ന ഒരു ഘട്ടത്തിലൊക്കെ എത്തിയ പലരെയും നമുക്ക് കാണാം. അത് ആത്മഹത്യയിൽ എത്തിച്ചേരുന്ന ചുറ്റുപാടുണ്ടാവാം,
നമ്മളത് ജീവിതം വഴിമുട്ടിയ ചുറ്റുപാടുകളിലൊക്കെ വല്ലാതെ തളർന്നു പോകുന്ന ചിന്തയിൽ ആ ഒരു ചിന്തയിലായി പോകും നമ്മൾ. അങ്ങനെയുള്ള ചിന്തകൾ, ആ ചിന്തയെ എങ്ങനെ നമുക്ക് വഴിതിരിച്ചു വിടാം എന്നൊരു മേഖലയാണ്, എന്നൊരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോ ഈ ഒരു സെഷൻ നമുക്ക് എടുക്കുന്നത് നമ്മുടെ അഭിരാം സാറാണ്. സാറ് ഇൻഷുറൻസ് മേഖലയിൽ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള കമ്പനിയിൽ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്ത ആളാണ്. അതേപോലെ സിനർജി ട്രെയിനർ ആണ്. ഒരു ഗ്രൂപ്പിനെ ലീഡ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് നമുക്കിന്ന് ക്ലാസ് എടുക്കാനായിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോ സാർ വളരെ ആപ്റ്റ് ആയിട്ടുള്ള, നമ്മൾ ഈ ഒരു വിഷയം എടുക്കാൻ വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരാളെയാണ് നമുക്കിന്ന് ഇവിടെ കിട്ടിയിരിക്കുന്നത്. കാരണം ഒരു ഗ്രൂപ്പിനെ ലീഡ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഗ്രൂപ്പിനെ ട്രെയിൻ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണ് സാറ്. അപ്പോ ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല, സാറിനെ ഈ ഒരു സെഷനിലേക്ക് ആദ്യമായി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇന്ന് ഈ സെഷനിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും സ്നേഹത്തോടുകൂടി വളരെ ഹാർദവമായി സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. സർ, സാറിനെ മൈക്ക് കൈമാറുകയാണ് സെഷനിലേക്ക്. താങ്ക് യു ഫൈസൽ സാർ, നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. താങ്ക് യു ഫോർ ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഗുഡ് ഈവനിങ് ആൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പറഞ്ഞതുപോലെ അഭിരാമാണ്, എൻ്റെ പേര് അഭിരാം. ഞാൻ ഇൻഷുറൻസ് ബ്രോക്കറായിട്ട് വർക്ക് ചെയ്യുന്നു, തിരുവനന്തപുരത്താണ്. അതുപോലെ സിനർജി ട്രെയിനറാണ്. ഇതിൽ മോർണിംഗ് സർക്കിളിലൊക്കെ സെക്ഷൻ എടുത്ത് വരുന്നുണ്ട്, സ്ഥിരമായിട്ട് സെക്ഷൻ എടുക്കുന്ന ആളാണ്. സന്തോഷം ഒന്നുകൂടെ എല്ലാവരും കണ്ടത്. എനിക്കും പറയേണ്ടതുണ്ട്, വിംബിൾ അക്കാഡമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുന്നുണ്ട്. വിംബിൾ അക്കാഡമിയും ഫൈസൽ സാറിനോടും അർച്ചന മാമിനോടും ഒക്കെ വളരെ നന്ദിയുണ്ട്. കാരണം എനിക്ക് ഇങ്ങനെ ഒരു ട്രെയിനിങ് ഒരു കഴിവുണ്ടെന്നും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റേഷൻ, നല്ലൊരു പ്രസന്റേഷൻ സ്കിൽ ഉണ്ടെന്നും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു അക്കാഡമിയിൽ വന്നതിന് ശേഷമാണ്. അതിന് മുമ്പ് വരെ ഞാൻ വിശ്വസിച്ചില്ല. ഞാൻ സെയിൽസിലാണ് വർക്ക് ചെയ്തത്, ഇൻഷുറൻസ് സെയിൽസിലാണ് വർക്ക് ചെയ്തിരുന്നെങ്കിൽ പോലും ഞാൻ ആ ഒരു വർക്ക് മെന്റാലിറ്റിയിൽ ജീവിച്ചിരുന്ന ഒരാൾ. ആ സെയിൽസ് നമ്മൾ ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നു, പോളിസി ക്ലോസ് ചെയ്യുന്നു, അങ്ങനെ ഡെയിലി വർക്ക് റിലേറ്റഡ് ആയിട്ട് പോയിരുന്ന ആളാണ്. പക്ഷെ പിന്നീട് എനിക്ക് നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ കഴിയുമെന്നും. ഹലോ, വോയിസ് കുറവുണ്ടോ? വോയിസ് കുറവുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അഭിരാം സാർ. ഇപ്പൊ ഒന്ന് സംസാരിച്ചു നോക്കൂ. ഇപ്പം ഓക്കെ ആണോ? ആ, മൗത്ത് പീസ് ഒക്കെ അടുത്തേക്ക് വെച്ചപ്പം വോളിയം ഓക്കെയാണ്. അതിന് മുമ്പ് എനിക്ക് കുറച്ചൊരു വോളിയം കുറവുള്ള പോലെ ഫീൽ ചെയ്തു. ഇപ്പൊ ഓക്കെ ആണോ? ക്ലിയർ ആണോ? ആ, ക്ലിയർ ആണ്. ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ ക്ലിയർ ആണല്ലോ ഇപ്പൊ? ഓക്കെ. അപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ ഇപ്പൊ എനിക്കൊരു ഇങ്ങനെ ഒരു പ്രസന്റേഷൻ സ്കില്ലുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പ് സംസാരിക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ട് എന്ന് മനസ്സിലായത് ഞാൻ വിംബിൾ അക്കാഡമിയിൽ വന്നതിന് ശേഷമാണ്, ഫൈസൽ സാറിനോട് സംസാരിച്ചതിന് ശേഷമാണ്. അപ്പോൾ എന്നെ പോലെ തന്നെയാണ് ഇവിടെ അന്നിരിക്കുന്ന നിങ്ങൾ എല്ലാവരും എന്ന് എനിക്കറിയാം. എല്ലാവരും ഈ ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞിട്ട് വന്ന ആൾക്കാരാണ്. അപ്പോൾ അതിന് പ്രത്യേകം ഇപ്പം വിംബിൾ അക്കാഡമിയോടും ഫൈസൽ സാറിനോടും ബാക്കി ഇതുമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ആൾക്കാരോടും ഞാൻ നന്ദി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് തോട്ട് ഷിഫ്റ്റ് പാരഡൈം എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കാം. നമ്മുടെ ജീവിതത്തിലെല്ലാം ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ അതിന് പ്രധാനമായി പങ്കുവഹിക്കുന്നത് എന്താണെന്ന് പറയാം നമ്മുടെ ലൈഫിൽ? അതിപ്പോ നമ്മുടെ സ്കിൽസ് ആണോ, അതോ നമ്മുടെ എക്സ്പീരിയൻസസ് ആണോ, തിങ്കിങ് ആണോ? ഏതാണ് നമ്മുടെ ലൈഫിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട്? ചിന്തകൾ, നമ്മുടെ ചിന്തകൾ. കറക്റ്റ്. ചിന്തകളാണ് നമ്മുടെ ലൈഫിൽ പ്രധാനമായി പങ്കുവഹിക്കുന്നത്. ലൈഫ് ഡസൻറ്റ് ചേഞ്ച് വെൻ സിറ്റുവേഷൻ ചേഞ്ചസ്, ലൈഫ് ചേഞ്ചസ് വെൻ തിങ്കിങ് ചേഞ്ചസ് എന്ന് പറയും. കാരണം നമ്മളെ ചിന്തകൾ മാറുന്നതനുസരിച്ചാണ് നമ്മുടെ ജീവിതം മാറുന്നത്. അതെ, കറക്റ്റാണ്, തിങ്കിങ്. കാരണം നമ്മൾ എന്ത് ചിന്തിക്കും, നമ്മൾ കേട്ടിട്ടുണ്ട് ലാ ഓഫ് അട്രാക്ഷൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ. അതിലെല്ലാം പറയുന്ന ഒരു കാര്യം ഒന്ന് തന്നെയാണ്, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ അതായി തീരും എന്ന് പറയും എല്ലാവരും. കറക്റ്റ് അല്ലേ? ഇതെല്ലാം നമ്മുടെ ചിന്തകളെ ബേസ് ചെയ്തിട്ടാണ്. തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുന്നത് നമ്മുടെ ചിന്തകൾ ബേസ് ചെയ്ത് തന്നെയാണ്. അപ്പൊ ഇതിലൊരു 3
തിങ്കിങ് ട്രാപ്സ് വരുന്നത്. നമുക്ക് എന്തുകൊണ്ടാണ് ലൈഫിൽ സ്റ്റക്കായി പോകുന്നത്? പലപ്പോഴും ലൈഫിൽ പല കാര്യങ്ങൾക്ക് സ്റ്റക്കായി പോകുന്നു. പല കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, ബട്ട് നമ്മൾ പല സ്റ്റേജസ് എത്തുമ്പോൾ അവിടെയെല്ലാം സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് പതിവ്. ഇതിന് കാരണം തിങ്കിങ് ട്രാപ്സ്, ഒരു 3 തരം തിങ്കിങ് ട്രാപ്സ് വരുന്നുണ്ട്. നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ഡിഫോൾട്ട് തിങ്കിങ് ട്രാപ്പ് എന്നുള്ളതാണ്. ഡിഫോൾട്ട് തിങ്കിങ് ട്രാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ ഇങ്ങനെയാണ്, നമുക്ക് മാറേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഒരു കാലഘട്ടത്തിൽ പഠിച്ച് ഒരു ജോലി നേടി ഒരു ലെവലിൽ നിൽക്കുക. അപ്പോൾ ഈ ലെവലിൽ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ഇനി എനിക്ക് വേറെ ഒന്നും ചെയ്യേണ്ടതില്ല, നല്ലൊരു ജോലിയായി അല്ലെങ്കിൽ നല്ലൊരു പൊസിഷനായി. അപ്പൊ അവിടെ നമ്മുടെ ഗ്രോത്ത് സ്റ്റോപ്പ് ആവായിരുന്നു. പിന്നെ നമ്മൾ വളരാനായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ട്രാപ്പിലാണ്. വളരാനായിട്ടുള്ളൊരു തിങ്കിങ് നമുക്ക് ഉണ്ടാവുന്നില്ല, ചിന്ത ഉണ്ടാവുന്നില്ല, വളരണം എന്നൊരു ചിന്ത. കാരണം ലോകം ദിവസേന മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഡെയിലി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അങ്ങനെ കുറെ ടെക്നോളജി ഒക്കെ വന്നു. അത് കാരണം ജോലി പോയവരൊക്കെ ഉണ്ട്. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നോക്കിയ കമ്പനി എല്ലാവർക്കും അറിയാം, കൊടാക്. ഇവരെല്ലാം എന്തുകൊണ്ടാണ് വളർച്ച മുരടിച്ചു പോയത്? കാരണം അവർ കാലത്തിനൊത്ത് മാറിയില്ല. പുതിയ പുതിയ ടെക്നോളജി വന്നപ്പോൾ അത് അഡാപ്റ്റ് ചെയ്യാൻ അവർ തയ്യാറായില്ല. അപ്പൊ അതൊക്കെ ഒരു ഡിഫോൾട്ട് തിങ്കിങ് ട്രാപ്പിൽ വരുന്നതാണ്. കാരണം നമ്മൾ മാറുന്നില്ല, നമുക്ക് മാറാൻ ആഗ്രഹമില്ല, മാറേണ്ട ആവശ്യമില്ല. ആ ഒരു ട്രാപ്പിൽ നിൽക്കുന്നത് കാരണമാണ് അവിടെ നമ്മൾ സ്റ്റക്കായി പോകുന്നത്. അടുത്ത് വരുന്നത് എക്സ്റ്റേണൽ ബ്ലെയിമിങ് തിങ്കിങ് ട്രാപ്പ് എന്നുള്ളതാണ്. എക്സ്റ്റേണൽ ബ്ലെയിം തിങ്കിങ് ട്രാപ്പ് അതെന്ന് പറയുന്നത് നമ്മൾ എല്ലാവരെയും കുറ്റപ്പെടുത്തുക, ഗവൺമെന്റ്, സൊസൈറ്റി. കാരണം നമ്മൾ ഇങ്ങനെ ആയത് ഗവൺമെന്റ് കാരണം, ഗവൺമെന്റ് എന്താ ആക്ഷൻസ് എടുക്കുന്നില്ല, അല്ലെങ്കിൽ സൊസൈറ്റി നമ്മൾ ഇങ്ങനെയാണ് പഠിപ്പിച്ചത്, സോ നമ്മൾക്ക് വളരാൻ സാധിച്ചില്ല. അവരെ നമ്മൾ ബ്ലെയിം ചെയ്യാണ്, എക്സ്റ്റേണൽ ആയിട്ട് ബ്ലെയിം ചെയ്യുക. ഇത് അവര് കാരണം ഉണ്ടായതാണ്. ഒരിക്കലും നമ്മളൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല. കാരണം നമ്മൾ വളരാത്തത് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ആയിപ്പോയത് നമ്മളത് ഒരു ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാത്തത് കൊണ്ടാണ്. അങ്ങനെ പറയുന്നില്ല. ഒരിക്കലും നമ്മൾ അവരെയാണ്, മറ്റുള്ളവരെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഇതാണ് മറ്റൊരു സൊസൈറ്റി ഇങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയായി. അല്ലാതെങ്കിൽ ഞാൻ വേറെ ലെവലിലേക്ക് മാറുമായിരുന്നു, വേറെ ലെവലിൽ ഗ്രോത്ത് ഉണ്ടാവുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ സൊസൈറ്റി അങ്ങ് ബ്ലെയിം ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത മൂന്നാമത്തത് വരുന്നതാണ് ഫിയർ ബേസ്ഡ് തിങ്കിങ് ട്രാപ്പ്. പേടി കൊണ്ട് നമ്മൾ വിചാരിക്കുകയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഭാവി എന്താവും, ഫ്യൂച്ചറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇന്നത്തെ കാര്യം നമ്മൾ ചിന്തിക്കുന്നില്ല, നാളെ നടക്കാത്ത കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നടക്കാത്ത കാര്യത്തെ കുറിച്ച് പേടിച്ചുകൊണ്ടിരിക്കുക, അത് എന്ത് ചെയ്യും. ഈ നടക്കാത്ത കാര്യത്തെ കുറിച്ച് പേടിച്ചു കഴിഞ്ഞാലേ ഇന്നത്തെ കാര്യം ആര് ചെയ്യും? ഇന്ന് നമുക്ക് ചെയ്യാനുള്ള കാര്യം ആര് ചെയ്യും പിന്നീട്? അപ്പൊ ഇന്നത്തെ കാര്യവും നടക്കുന്നില്ല, നാളത്തെ കാര്യവും നടക്കുന്നില്ല. അതാണ് ഈ ഒരു തിങ്കിങ് ട്രാപ്പിൽ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ ഡിസിഷൻ എടുക്കാൻ തയ്യാറാകുമ്പോൾ ഈ 3 തിങ്കിങ് ട്രാപ്സ് വരുന്നുണ്ട്. ഈ 3 തിങ്കിങ് ട്രാപ്സിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും അയാളെ തടഞ്ഞു വെക്കുന്നത് ഡിസിഷൻ എടുക്കാൻ. കാരണം ഒരു തീരുമാനം എടുക്കാനായിട്ട് തയ്യാറാകുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിൽ ഭാവിയെ കുറിച്ചുള്ള പേടിയായിരിക്കും, അല്ലെങ്കിൽ സൊസൈറ്റി മറ്റുള്ളവർ എന്നെ ഇങ്ങനെയാക്കി, അതുകൊണ്ട് ഞാൻ ഇത് ചെയ്താൽ ശരിയാവില്ല എന്നൊരു തോട്ടായിരിക്കും. മറ്റത് ആദ്യം പറഞ്ഞതുപോലെ ഞാൻ ഇത്രയും വരെ എല്ലാം ആയിട്ടുണ്ട്, ഇനി എനിക്ക് ഇതിന്റെ ആവശ്യമില്ല എന്നൊരു തോട്ടായിരിക്കും. ഇവിടെ ഇരിക്കുന്നവരിൽ എപ്പോഴെങ്കിലും ഡിസിഷൻ എടുക്കാൻ വരുമ്പോൾ ഒരു തടസ്സം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏത് തിങ്കിങ് ട്രാപ്പ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ആ തടസ്സം ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാമോ? ഫിയർ ബേസ്ഡ്. ഓക്കെ, താങ്ക് യു. യെസ്, അത് ഏറെക്കൂടെ മിക്ക ആൾക്കാർക്കും അത് തന്നെയാണ്, ഫിയർ ബേസ്ഡ് തിങ്കിങ് ആണ്. കാരണം ഞാനിത് ചെയ്താൽ നാളെ ഇത് എന്താവും, നാളെ അത് മറ്റുള്ളവർ മോശമായി വിചാരിക്കുമോ, അല്ലെങ്കിൽ നാളെ ഇത് എനിക്ക് തന്നെ വിനയായിട്ട് വരുമോ. ഫിയർ ബേസ്ഡ് ആണ് മിക്ക ആളുകളെയും പല കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്, പേടിക്കുന്നത്. പല കാര്യങ്ങൾ ഫിയർ ബേസ്ഡ് തന്നെയാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ തോട്ട് ഷിഫ്റ്റ് എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഈ തോട്ട് ഷിഫ്റ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് തിങ്കിങ് അല്ല. പലരും പറയും ഇത് പോസിറ്റീവ് തിങ്കിങ് വേണം, അത് വേണ്ടെന്നല്ല. പക്ഷെ തോട്ട് ഷിഫ്റ്റ് എന്ന് പറയുമ്പം അതിനേക്കാൾ ഏറെ പവർഫുൾ തിങ്കിങ് എന്നാണ് പറയുന്നത്. ഇപ്പം എനിക്കിത് എന്തുകൊണ്ട് സംഭവിച്ചു. ഇപ്പം നമുക്കൊരു സങ്കടകരമായ ഒരു കാര്യം സംഭവിക്കുകയാണ്, നടക്കാൻ പാടില്ലാത്തത് നമ്മുടെ ജീവിതത്തിൽ നടന്നു. അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ്, എനിക്കെന്ത് സംഭവിച്ചു, വളരെയധികം വിഷമിക്കുന്നു, എനിക്ക് എന്തിനിത് സംഭവിച്ചു. പകരം നമുക്ക് ചിന്തിക്കാം, ഇതിൽ നിന്ന് എന്താണ് പഠിക്കാനുള്ളത്, കാരണം എന്തുകൊണ്ട് എനിക്ക് ഈ മിസ്റ്റേക്ക് പറ്റി, അടുത്ത തവണ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ എനിക്ക് എന്ത് ചെയ്യാം.
ഇതാണ് ഒരു പവർഫുൾ തിങ്കിങ് എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന്, കാരണം ഇങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ നിന്ന് കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് മാറുക. അതാണ് നമ്മുടെ ഈ എന്താ പറയാ തോട്ട് ഷിഫ്റ്റ് എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ വരുന്നത് നമുക്ക് ഒരു കഥ പറയാം. ഞാനൊരു കഥ പറയാം. ഒരു നടന്ന കഥയാണ്, ഒരു നടന്ന സംഭവമാണ്. ഒരു ബിസിനസ്സുകാരൻ വന്നിട്ട് അദ്ദേഹം ബിസിനസ് ചെയ്തു, ബിസിനസ് എല്ലാം പൊളിഞ്ഞതിന് ശേഷം അദ്ദേഹം ബിസിനസ് നടത്തി എല്ലാം പൊളിഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് കടത്തിന്മേൽ കടവുമായി. അതറിയാലോ, കടത്തിപ്പം ബിസിനസ്സുകാരുടെ കടവെന്ന് പറയുമ്പോൾ അറിയാലോ, കോടാനുകോടികളായിരിക്കും. നമ്മളെപ്പോലെ നിസ്സാരമായ ലക്ഷങ്ങളല്ല, കോടാനുകോടി കടങ്ങളായി. അദ്ദേഹം ദുബായിലേക്ക് പോവുകയാണ്. കാരണം കുടുംബത്തെ നാട്ടിൽ വിട്ടിട്ട് ദുബായിൽ ചെന്ന് എന്തെങ്കിലും ജോലി ചെയ്ത് ഈ കടങ്ങളെല്ലാം വീട്ടണം. അതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അങ്ങനെ അദ്ദേഹം ദുബായിലെത്തി. അദ്ദേഹം ജോലിയായിട്ട് അന്വേഷിച്ചുകൊണ്ട് നടക്കുക. അദ്ദേഹത്തിന് ഒരു ജോലി വേണം കടം വീട്ടാനായിട്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരു മലയാളിയെ കണ്ടെത്തി. ദുബായിൽ തന്നെ മലയാളിയെ കണ്ടെത്തി. മലയാളിയോട് സംസാരിക്കുകയാണ്. ഇപ്പൊ പറയാൻ എനിക്ക് ഇങ്ങനെ കടങ്ങളുണ്ട്, ഞാൻ വളരെ ദുരിതത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, രക്ഷിക്കണം. അപ്പൊ ഈ മലയാളികൾ ചോദിച്ചു, ഇങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചു, എന്താണ്. അപ്പം പറഞ്ഞു, ഞാനിങ്ങനെ ബിസിനസ് ചെയ്യായിരുന്നു, ഭാര്യ 2 കുട്ടികളുണ്ട്, ബിസിനസ് എല്ലാം പൊളിഞ്ഞു, ഇപ്പം ആകപ്പാടെ താറുമാറായിട്ട് ഇരിക്കുകയാണ്. എങ്ങനെയെങ്കിലും എന്ത് ജോലി വേണോ ഞാൻ ചെയ്യാം, എന്തൊരു ചെറിയ താഴ്ന്ന ലെവലിലെ ജോലിയാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം. എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ കുടുംബത്തെ രക്ഷിക്കണം. അപ്പൊ ഇയാള് ഈ ബിസിനസ്സുകാരനോട് ചോദിച്ചു, നിങ്ങളൊരു കാര്യം ചെയ്യാം, നാളെ നിങ്ങൾക്ക് ഇപ്പൊ നിലവിൽ കയ്യിലുള്ള സമ്പാദ്യം എന്തൊക്കെയാണ്, ഇപ്പം വീട്, വസ്തുവകകൾ, അങ്ങനെ അസറ്റ്സ്, നിങ്ങൾ കയ്യിലുള്ള അസറ്റ്സ്, സമ്പാദ്യം എല്ലാം ലിസ്റ്റ് ഒന്ന് റെഡിയാക്കി എന്റെ കയ്യിൽ തരാൻ പറഞ്ഞു. അപ്പം ഇയാൾ പിറ്റേ ദിവസം ഈ ലിസ്റ്റ് എല്ലാം അയച്ചു. അപ്പൊ ഇയാൾക്കൊരു 2.5 കോടി, ഒരു 5 കോടി കടമുണ്ടെന്ന് വെച്ചോ. ഇയാളുടെ അസറ്റ് എല്ലാം ഇയാൾ നോക്കിയപ്പോ ഏകദേശം ഒരു 10-15 കോടി അസറ്റ്സ് ഇയാളുടെ കയ്യിലുണ്ട്. കടം 5 കോടിയേ ഉള്ളൂ. പക്ഷെ കയ്യിലുള്ള അസറ്റ്സ്, വീട് ഉൾപ്പെടെ ഇയാളുടെ കയ്യിലുള്ള അസറ്റ്സ് 15 കോടിയാണ്. എന്നിട്ടും അയാൾ അവിടെ ചിന്തിക്കുകയാണ്, കടക്കാരനാണ് ഞാൻ, എല്ലാം പൊളിഞ്ഞു നിൽക്കുകയാണ്, ഇനി ജോലി അല്ലാതെ വേറൊരു മാർഗവും ഇല്ല. ഇവിടെയാണ് ഈ തോട്ട് ഷിഫ്റ്റ് പാരഡൈം എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. അയാൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, എനിക്ക് ഇത്രയും ആസ്തിയുണ്ട്, സോ എനിക്കിത് ഈ കടം ഓവർകം ചെയ്യാനുള്ള എബിലിറ്റി എനിക്കുണ്ട്. അല്ലെങ്കിൽ അയാൾക്ക് ഏതെങ്കിലും ഈ പറഞ്ഞ അസറ്റ്സിൽ ഏതെങ്കിലും ഒന്ന് അയാൾക്ക് സെയിൽ ചെയ്യാം, തൽക്കാലത്തേക്ക് സെയിൽ ചെയ്തിട്ട് അയാൾക്ക് വേണമെങ്കിൽ ആ ഡെപ്റ്റ് ഒന്ന് കുറയ്ക്കുകയോ മൊത്തമായിട്ട് കവർ ചെയ്യുകയോ ചെയ്യാം. ബിസിനസ്സുകാരനാണ്, എന്തായാലും അയാൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ബിസിനസ് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ട്, എങ്ങനെ ചെയ്യണമെന്നറിയാം. ഇത് ഒരു അസറ്റിന്റെ കേസ് മാത്രമല്ല, നമ്മളെല്ലാം എടുത്തു നോക്കിയാൽ നമുക്ക് പല കഴിവുകളുണ്ട്. ഈ അസറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കഴിവുകളാണ്. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ പല കഴിവുകളുണ്ട്. ഇത് വെച്ച് തന്നെ നമുക്ക് പല പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ സാധിക്കും. പക്ഷെ നമ്മളെ തോട്ട് ഷിഫ്റ്റ് ചെയ്യണം, നമ്മളെ ചിന്തകളെ ഷിഫ്റ്റ് ചെയ്യണം. ഇപ്പൊ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നിടത്ത് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നൊന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. ഇത് മറ്റുള്ളവർ ചെയ്യുന്നുണ്ടല്ലോ, ഇത് എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. അവിടെയാണ് ഈ തോട്ട് ഷിഫ്റ്റ് പാരഡൈം വരുന്നത്. ഞാൻ ഒരു എക്സസൈസ് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രാക്ടിക്കലായി ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ സത്യം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മുടെ സ്വന്തം തോട്ട്സിനെ തന്നെ നമുക്ക് തോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റാത്ത പലർക്കും സ്വന്തം, ഇപ്പം എനിക്ക് പണം സമ്പാദിക്കണമെന്നുണ്ട്, പക്ഷെ പണം സമ്പാദിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിൽ വന്ന കടമാണ്, നമ്മൾ ഇപ്പോഴത്തെ കടമാണ്. കാരണം നമുക്ക് പണം സമ്പാദിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ വരണം, അയ്യോ എനിക്ക് ഇത്രയും കടമുണ്ടല്ലോ, പിന്നെ എങ്ങനെ ഞാൻ സമ്പാദിക്കും, ഇങ്ങനെയായിരിക്കും മനസ്സിൽ കാണുന്നത്. അതല്ലേ ശരി. പലരുടെയും മനസ്സിൽ സമ്പന്നനാവണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അങ്ങനെ ഒരു ആഗ്രഹം വരുമ്പോൾ മനസ്സിൽ വരുന്നത്, അയ്യോ ഇത് എനിക്ക് ഇത്രയും കടമുണ്ട്, അല്ലെങ്കിൽ ഇത്രയും ക്രെഡിറ്റ് കാർഡ് ഡ്യൂസ് ഉണ്ട്, ഈ കടവും വെച്ചിട്ട് ഞാൻ എങ്ങനെ സമ്പന്നനാവും, ഇങ്ങനെ ഒരു ചിന്തയിൽ മനസ്സിൽ വരും. അത് നമ്മൾ ഇമോഷണലി കണക്റ്റഡ് ആണ്, നമ്മുടെ തോട്ട്സുമായിട്ട് വളരെ ഇമോഷണലി കണക്റ്റഡ് ആണ്. ഇതിനായിട്ടൊരു എക്സസൈസ് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ആദ്യം ഒരു കസേരയിട്ട് ഇരിക്കുക, ഒരു മേശയുടെ ഒരു വശത്ത് ഇരിക്കണം, മേശയുടെ മറ്റേ വശത്ത് വേറൊരു കസേര ഇട്ടിരിക്കണം, അവിടെ ഒരാൾ ഇരിപ്പുണ്ടെന്ന് സൂചിപ്പിക്കണം. നിങ്ങൾ സ്പിരിറ്റ് എന്ന സിനിമ കണ്ടിട്ടുണ്ടല്ലോ, മോഹൻലാൽ, ഇവിടെ എല്ലാവരും കണ്ടിട്ടുണ്ടോ സ്പിരിറ്റ്? മോഹൻലാൽ അതിൽ ക്ലൈമാക്സിൽ മോഹൻലാൽ ഇന്റർവ്യൂ ചെയ്യുന്ന കേട്ടോ, അതിൽ ഹോട്ട് സീറ്റ് എന്ന് പറയും. ഹോട്ട് സീറ്റിൽ ഓരോ വലിയ മുഖ്യാതിഥിയെ വിളിച്ചിരുത്തി അവരുമായിട്ട് അവരുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളും ബാക്കി കാര്യങ്ങളെല്ലാം വെച്ച് അവരെ ചോദ്യം ചെയ്യുന്നതാണ് ആ ഒരു പരിപാടി. അതിൽ ക്ലൈമാക്സിൽ മോഹൻലാൽ ചെയ്യുന്നത്,
നമുക്ക് എല്ലാവർക്കും അറിയാം. മോഹൻലാലിന്റെ ഹോട്ട് സീറ്റിൽ ആരുമില്ല. മോഹൻലാൽ പറയുന്നുണ്ട് അവിടെ ഇരിക്കുന്നത് ഞാൻ തന്നെയാണ്, കാരണം മുമ്പുണ്ടായിരുന്ന ഞാൻ തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. അതുപോലെയാണ് ഈ എക്സസൈസ്. നമ്മളെതിരെ ഒരു കസേര ഇട്ടിട്ട് മുമ്പത്തെ നമ്മൾ തന്നെയാണ് ഇപ്പോഴത്തെ നമ്മൾ. ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് അയാൾ പറയുന്ന രീതിയിൽ നമുക്കുള്ള പ്രശ്നങ്ങളെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഒരു പേപ്പർ അയാൾ പറയുന്ന രീതിയിൽ, അത് വേറൊരാളാണെന്ന് കരുതുക, നമ്മളാണെന്നേ വിചാരിക്കരുത്. വേറൊരാൾ നമ്മൾ എതിർവശത്തിരിക്കുന്നു, അയാൾ പറയുന്നു എനിക്ക് ഇത്ര രൂപ കടമുണ്ട്, ഇത്ര രൂപ കടമുണ്ട്, ഞാൻ ഇന്ന പ്രശ്നത്തിലാണ്, എല്ലാം പേപ്പറിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അയാളുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കുക. നമ്മളെ തോട്ട് പാറ്റേൺ അയാളുടെ ഷിഫ്റ്റിൽ. ഇപ്പം നമുക്ക് മറ്റുള്ളപ്പം അയാൾ ഈ പ്രശ്നങ്ങൾ പറഞ്ഞു, അപ്പൊ നമ്മളെ പെർസ്പെക്റ്റീവിൽ നിന്ന് വേറൊരാളുടെ പ്രശ്നം നമ്മൾ കാണുമ്പോൾ അത് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് പറയാം. കാരണം നമുക്കറിയാം, നമ്മൾ പല ഫ്രണ്ട്സ് നമ്മളൊന്നും പറയും ഇന്ന പ്രശ്നമാണ്, ഞാൻ ഇങ്ങനെ പ്രശ്നമാണ്. അപ്പൊ നമ്മളൊരു സൊല്യൂഷൻ പറയുമ്പോൾ അവൻ തന്നെ നമ്മളടുത്ത് പറയും, ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടായിരുന്നല്ലേ, നീ പറഞ്ഞത് നന്നായി, ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത്, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല എന്ന് പറയും. അതെന്തുകൊണ്ട് അത് സംഭവിച്ചു, നമുക്ക് എങ്ങനെ സൊല്യൂഷൻ കൊടുക്കാൻ പറ്റി? നമ്മൾ അവന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇമോഷണലി കണക്റ്റഡ് അല്ല, കാരണം അത് അവന്റെ പ്രശ്നമാണ്, നമ്മളെ പ്രശ്നമല്ല. അപ്പൊ നമുക്ക് ചിന്തിക്കാൻ പറ്റും, വേറെ പെർസ്പെക്റ്റീവിൽ നിന്ന് നമ്മളെ തോട്ട് ആ ഒരു ലെവലിലേക്ക് ചിന്തിക്കാൻ നമുക്ക് കഴിയും. സെയിം പ്രിൻസിപ്പൾ ഇവിടേക്ക് കൊണ്ടുവരിക. നമ്മൾ ഇമോഷണലി അറ്റാച്ച്ഡ് അല്ല എന്ന് വിചാരിക്കുക. ഇതിൽ ഇരിക്കുന്ന ആളുമായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് അല്ല, അത് അയാളുടെ പ്രശ്നമാണ്. എന്നിട്ട് നമ്മൾ ആ പ്രോബ്ലം ലിസ്റ്റ് ഔട്ട് ചെയ്യുക, നമ്മൾ തന്നെ അത് അയാളുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് കാണുന്ന രീതിയിൽ ആ പ്രോബ്ലം ലിസ്റ്റ് ഔട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഈ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു തോട്ട് ഷിഫ്റ്റ് പാറ്റേൺ നടത്തുമ്പോൾ ചെയ്യുന്ന ഒരു മെയിൻ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മൾ അതിന്റെ സക്സസ് സൈഡ് മാത്രമേ നോക്കത്തുള്ളൂ. എപ്പോഴും എങ്ങനെ വിജയിക്കാം അല്ലെങ്കിൽ എങ്ങനെ ഇതിൽ വിജയം കൊണ്ടുവരാം എന്നായിരിക്കും നമ്മൾ നോക്കുന്നത്. ഈ പ്രശ്നങ്ങളെ എങ്ങനെ മറികടക്കാം, ഈ പ്രശ്നങ്ങൾ മറികടന്നാൽ നമ്മൾ എങ്ങനെ എത്തും എന്ന രീതിയിൽ നമ്മൾ ആ സക്സസ് സൈഡ് മാത്രം നോക്കണം. അത് മാത്രം നോക്കാൻ പാടില്ല. സക്സസ് സൈഡ് നോക്കണം, നമ്മളെ വേസ്റ്റ് സൈഡ് നോക്കണം. കാരണം ഈ പ്രശ്നം കാരണം നമുക്ക് എന്തൊക്കെ നാശങ്ങൾ സംഭവിക്കാം അല്ലെങ്കിൽ മോശമായിട്ട് എന്തെല്ലാം സംഭവിക്കാം, അതിന്റെ വേസ്റ്റ് സൈഡും നമ്മൾ കാണണം. കാരണം നമ്മൾ ഈ സക്സസ് സൈഡും വേസ്റ്റ് സൈഡും വിഷ്വലൈസ് ചെയ്യുമ്പോൾ പ്രശ്നം വെച്ചാൽ ഇത് രണ്ടും നടന്നാലും നമുക്ക് എന്താ പറയാ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാവത്തില്ല. മറ്റേത് നമ്മൾ സക്സസ് സൈഡ് മാത്രം കണ്ടിട്ട് നമുക്ക് അവിടെ നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു നെഗറ്റീവ് ഇമ്പാക്ട് വരും. നമ്മൾ ഭയങ്കരമായിട്ട് ഡെസ്പാവും, സങ്കടപ്പെടും. കാരണം നമ്മൾ വിജയിക്കുമെന്ന് ഉറപ്പിച്ചിട്ട് ഇങ്ങനെ വന്നല്ലോ. പക്ഷെ തിരിച്ച് നമ്മൾ എന്തായാലും വേഴ്സ് സിറ്റുവേഷൻ നടക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഒരു 70% സക്സസ് സൈഡ് വരുമെങ്കിൽ 30% വേഴ്സ് സൈഡിലോട്ട് പോകാനും സാധ്യതയുണ്ട് എന്ന് കണക്കുകൂട്ടി കഴിഞ്ഞാൽ വേഴ്സ് സൈഡിലേക്ക് പോയാലും നമുക്ക് വലിയ ഇമ്പാക്റ്റും ഇല്ല. കാരണം നമ്മൾ വിചാരിക്കുക നമ്മളിത് കണക്ക് കൂട്ടിയതാണ് എന്ന് വിചാരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു എക്സസൈസ് നിങ്ങൾ ഒരിക്കൽ പ്രാക്ടീസ് ചെയ്യുക. കാരണം എതിർവശത്ത് വേറൊരു വ്യക്തിയാണെന്ന് സങ്കല്പിച്ച് നിങ്ങൾ തന്നെ പ്രശ്നങ്ങൾ അയാളുടെ പ്രശ്നം എന്ന് വിചാരിച്ച് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അതിന് അയാൾ ഇമോഷണലി കണക്ട് ആവാതെ അത് അയാളുടെ പ്രശ്നമെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങളത് ആ ഒരു പെർസ്പെക്റ്റീവിൽ കാണുക. എന്നിട്ട് അത് നിങ്ങൾ എന്താ പറയുക ലിസ്റ്റ് ഔട്ട് ചെയ്യുക പേപ്പറിൽ. അതിന് നമുക്ക് 4 സ്റ്റെപ്പ് ഉണ്ട്. 4 സ്റ്റെപ്പായിട്ടാണ് പറഞ്ഞത്. കാരണം അതിൽ ആദ്യത്തേത് അവയർനെസ് ആണ്. കാരണം ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ആദ്യം നോട്ടീസ് ചെയ്യുക. അതാദ്യം നമ്മൾ നോട്ടീസ് ചെയ്യുക, എന്താണ് ഈ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് നമ്മളെ അഫക്ട് ചെയ്യുന്നതാണോ, നമുക്ക് മോശമായിട്ട് അഫക്ട് ചെയ്യുന്നതാണോ, നമുക്കത് തരണം ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ ആദ്യം ഒന്ന് നോട്ടീസ് ചെയ്യുക. അതാണ് അവയർനെസ് സ്റ്റേജ്. രണ്ടാമത്തത് ചലഞ്ചാണ്. ചലഞ്ച് എന്ന് പറയുമ്പം ഇത് ശരിയാണോ, കാരണം ഈ വന്ന പ്രോബ്ലം ഇത് ശരിക്കും ഒരു പ്രശ്നമാണോ, അതോ ഇത് പഠിക്കാനുള്ള എന്തെങ്കിലും നമുക്ക് അതിൽ നിന്ന് പഠിക്കാനാണോ ഉള്ളത്, കൂടുതൽ പഠിക്കാനാണോ ഉള്ളത്, അങ്ങനെയുള്ള കാര്യം നമ്മൾ ആദ്യം അനലൈസ് ചെയ്യുക. കാരണം ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ആദ്യമേ പേടിക്കുകയാണ് ചെയ്യുന്നത്, വറിയാവും, അയ്യോ ഇത് ഭയങ്കര പ്രശ്നമാകുമല്ലോ, മറ്റത് ഭയങ്കര അനാവശ്യമായിട്ട് ടെൻഷൻ. അപ്പൊ ആദ്യം അവയർനെസ് എടുക്കുക, ഇത് നമ്മളെ സാരമായി ബാധിക്കുന്നതാണോ അതോ നമ്മളെ മോശമായി ബാധിക്കുന്നതാണോ. പിന്നെ ചലഞ്ച് ചെയ്യുക, കാരണം ഇത് ശരിയാണോ, കാരണം നമ്മളെ ഇത് പ്രശ്നമായിട്ടാണോ വന്നിട്ടുള്ളത് അതോ ഇതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടോ, നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ. മൂന്നാമത്തത് റിപ്ലേസ്. അതിന്റെ എക്സസൈസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നമ്മൾ ഒരു തോട്ട് ഷിഫ്റ്റ് കൊണ്ടുവരിക. കാരണം ഇത് പോസിറ്റീവായിട്ട് എങ്ങനെ നമുക്ക് സമീപിക്കാം എന്ന് ചിന്തിക്കുക. റിപ്ലേസ് ചെയ്യുക, നെഗറ്റീവ് തോട്ട്സിനെ പോസിറ്റീവ് കൊണ്ട് റിപ്ലേസ് ചെയ്യുക. ഇപ്പം നമ്മളൊരു നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷ് നഷ്ടമായി, ഒരു എത്ര ലക്ഷം രൂപ നഷ്ടമായി, എന്തോ ഒരു തട്ടിപ്പോ മറ്റോ കൊണ്ട് ക്യാഷ് നഷ്ടമായി. അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിക്കും. പക്ഷെ അതിന് പകരം നമുക്ക് ചിന്തിക്കാം,
ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവുമെന്ന് പഠിക്കാൻ പറ്റി. ഐ ലേൺഡ് എ ഫിനാൻഷ്യൽ മിസ്റ്റേക്ക്. എന്നുവെച്ചാൽ ഇങ്ങനെ ഈ തട്ടിപ്പ് വഴി ഇതുണ്ടാവാം. അപ്പൊ നമുക്ക് പ്രിക്കോഷൻസ് എടുക്കാം. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൻ വന്നിട്ട് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് അവന് ഭയങ്കര അറിവ്. കാരണം ഭയങ്കര അറിവാ, എങ്ങനെ യൂസ് ചെയ്യണം, അത് എഫക്റ്റീവായിട്ട് നമ്മളെ ബാധിക്കാത്ത രീതിയിൽ എങ്ങനെ യൂസ് ചെയ്യാം, ഭയങ്കരമായിട്ട് കുറെ കാര്യങ്ങൾ പറയും. ആമസോൺ വഴിയൊക്കെ നമുക്ക് ഓഫറിലൊക്കെ ക്രെഡിറ്റ് കാർഡ് വഴി വാങ്ങാം, സാധനങ്ങളൊക്കെ വാങ്ങാം. അവ അങ്ങനെ വാങ്ങുന്ന ആളാണ്. അവനിപ്പോ അങ്ങനെ ബാധ്യതയൊന്നുമില്ല. എന്നുവെച്ചാൽ ഓഫറിൽ സാധനം വാങ്ങിയിട്ട് ആ ക്യാഷ് അപ്പോൾ തന്നെ ക്രെഡിറ്റ് കാർഡിൽ അടയ്ക്കുന്ന രീതി. അപ്പൊ ഞാൻ തന്നെ അത്ഭുതത്തോടെ അവനോട് ചോദിച്ചിട്ടുണ്ട്, നീ ഇതെങ്ങനെ പഠിച്ചു ഈ ക്രെഡിറ്റ് കാർഡിന്റെ ഇതൊക്കെ? അതിനവൻ പറഞ്ഞു ഉത്തരവ് എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം ക്രെഡിറ്റ് കാർഡ് എടുത്ത് മാക്സിമം യൂസ് ചെയ്ത് കുത്തുപാള എടുത്ത ആളാ. കാരണം ഫുൾ ലിമിറ്റ് യൂസ് ചെയ്ത് അവസാനം പൈസ അടയ്ക്കാനില്ലാതെ ഇവര് ഫോൺ വിളി ബഹളമായി, വീട്ടിൽ ആൾ വന്ന് ബഹളം ഉണ്ടാക്കി. അങ്ങനെ ഏകദേശം കുത്തുപാള എടുത്ത് അവസാനം കുത്തിയിരുന്ന് പഠിച്ചതാണ്. കാരണം ഇതിന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ട്, ഇത് എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് അടച്ചു തീർക്കാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് പറഞ്ഞിട്ട് കുത്തിയിരുന്ന് പഠിച്ചതാണ്. അങ്ങനെ പഠിച്ച കാര്യങ്ങളാണ് ഇപ്പൊ അവൻ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പൊ ഒരു എക്സ്പെർട്ടാണ്. കാരണം ഒരു പെയിനിൽ നിന്നാണ് അവൻ ഇത് പഠിച്ചത്. ആ പെയിനിൽ അവൻ ഷിഫ്റ്റ് ചെയ്തു. കാരണം സാധാരണഗതിയിൽ എല്ലാവരും വിളിച്ച് ചിലപ്പം വീട്ടുകാരുടെയും പ്രശ്നങ്ങളായി. പക്ഷെ ഇവൻ ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പം ആദ്യം ഒരു പ്രശ്നം ഉണ്ടായി. അപ്പൊ ഇവ ആ പ്രശ്നത്തിന്റെ മറ്റേ തോട്ട് ഷിഫ്റ്റ് ചെയ്തു. എനിക്ക് അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എങ്ങനെ അടയ്ക്കും, എങ്ങനെയെങ്കിലും അടച്ചു തീർക്കണം, അപ്പൊ എനിക്ക് എങ്ങനെ ഇത് അടച്ചു തീർക്കാം എന്ന രീതിയിൽ ചിന്തിച്ച് ആ രീതിയിൽ ഒരു എക്സ്പെർട്ടായി മാറിയ ആളാണ്. കണ്ടോ, അങ്ങനെ തോട്ട് ഷിഫ്റ്റ് ചെയ്ത് ആ എക്സ്പെർട്ടായി മാറിയ ആളാണ് എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഇതിൽ പെയിൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മൾ എല്ലാവരും തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പെയിൻ എന്ന് പറയുന്നത്. കാരണം വേദന എന്ന് പറയുന്നത്, കാരണം നമ്മൾ ജീവിതത്തിൽ ഇപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുറെ ആൾക്കാർ നമ്മുടെ കൂടെ നിന്ന് മാറിപ്പോവാണ്. കാരണം നമ്മളൊരു സമയത്ത് തോൽക്കുകയാണെങ്കിൽ എല്ലാവരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു സമയത്ത് ഒന്നും ഇല്ലാതെ ആവുമ്പോൾ നമ്മുടെ കൂടെയുള്ള പല ആൾക്കാരും നമ്മളെ ഇട്ടെറിഞ്ഞു പോകാറുണ്ട്. ജോലി പോയ സംഭവങ്ങളുണ്ട്, ബിസിനസ് തകർന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ആൾക്കാർ കാണത്തില്ല. അപ്പൊ നമുക്ക് ഭയങ്കര വേദനയായിരിക്കും. നമ്മൾ എന്ത് ചെയ്യും? കരയുമായിരിക്കും, അല്ലെങ്കിൽ അതോർത്ത് വിഷമിച്ചിരിക്കുമായിരിക്കും. പലരും സൂയിസൈഡ് അറ്റംപ്റ്റിലോട്ടൊക്കെ പോയിട്ടുണ്ട് ഈ ഒരു കേസ്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പെയിൻ എന്ന് പറയുന്നത് നമുക്ക് വളരാനുള്ള ഒരു അവസരമാണ് വേദന എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. നമ്മളിപ്പോ ഒരു കാറിൽ പെട്രോൾ അടിക്കുമ്പോഴാണല്ലോ കാറിന് എഞ്ചിൻ വർക്കായിട്ട് കാർ ഓടുന്നത്. കാരണം കാറിന് വേണ്ട ഫ്യൂൽ എന്ന് പറയുന്നത് പെട്രോളാണ്. ഈ പെട്രോളിൽ ചെറിയൊരു സ്പാർക്ക് മതി കത്തിപ്പിടിക്കാൻ, അല്ലേ? അപ്പൊ ചെറിയൊരു സ്പാർക്ക് വീണാൽ ഈ പെട്രോൾ കത്തിപ്പിടിക്കും. അപ്പൊ ഈ കാറിനകത്ത് എന്തായാലും പെട്രോൾ അടിക്കുമ്പോൾ അതിൽ എഞ്ചിന്റെ പ്രവർത്തനവും മറ്റും കാരണം സ്പാർക്സ് ഒക്കെ ഒരുപാട് ഉണ്ടാവാറുണ്ടല്ലോ. അപ്പൊ ഈ സ്പാർക്ക് തട്ടി അതും കത്തിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതായത് ചെറിയൊരു സ്പാർക്ക് വന്നാൽ ഈ കാർ പൊട്ടിത്തെറിക്കുക, അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പോ ഈ ഒരു പെട്രോൾ പോലെയാണ് പെയിൻ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഉള്ളിൽ കിടന്ന് അത് കത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ നമ്മളെ നശിപ്പിക്കും. ഈ കാറിന്റെ ഉള്ളിൽ കിടക്കുന്ന പെട്രോളിൽ ചെറിയൊരു സ്പാർക്ക് മതി പൊട്ടിത്തെറിക്കുക എന്ന് പറയും പോലെയാണ് നമ്മുടെ ഉള്ളിലെ വേദനയ്ക്ക് ചെറിയൊരു സ്പാർക്ക് കൊടുത്ത് ഉള്ളിലോട്ട് വിട്ടാൽ അത് കത്തിപ്പിടിക്കും. പക്ഷെ ഈ കാറിന്റെ കേസിൽ തന്നെ ഈ പെട്രോൾ കാരണമല്ലേ കാറിന്റെ അകത്തുള്ള എല്ലാ സംഭവവും നടക്കുന്നത്. അതെന്ത് ചെയ്യുന്നുണ്ട്? ആ പെട്രോൾ വലിച്ചെടുത്തിട്ട് അതിനാവശ്യമായ പവർ അതിൽ നിന്ന് വലിച്ചെടുത്തിട്ട് ആവശ്യമില്ലാത്തത് പുകയായിട്ട് പുറത്ത് കളയും. സെയിം കാര്യം തന്നെ നമ്മളിലും ചെയ്താൽ മതി. പെയിൻ നമ്മൾക്ക് ഉണ്ടാകുന്ന പെയിനിൽ നിന്ന് ആവശ്യമുള്ള കാര്യം ഉള്ളിലെടുത്തിട്ട് ആവശ്യമില്ലാത്തതിനെ പുറത്തേക്ക് ഇടുക. നമ്മൾ ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാം ഉള്ളിലേക്ക് എടുത്ത് വച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ പെയിൻ എന്ന് പറയുന്നത് ഭയങ്കര ഇതായിട്ട് നമുക്ക് തോന്നുന്നത്, നെഗറ്റീവായിട്ട്. ഈ വേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന അത് ചുമ്മാ നമ്മൾ ഈ ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. ആവശ്യമുള്ളത് ഉള്ളിലേക്ക് എടുക്കും, ആവശ്യമില്ലാത്തത് പുറത്തേക്ക് കളയും. ഏറ്റവും പവർഫുൾ ഫ്യൂൽ എന്ന് പറയുന്ന ഒന്നാണ് ഈ പറയുന്ന വേദന എന്ന് പറയുന്നത്. പെയിൻ എന്ന് പറയുന്നത് പവർഫുൾ ഫ്യൂൽ എന്നാണ് പറയുന്നത്. അത് നമ്മളെ ഉള്ളിലുള്ള വേദന എന്ന് പറയുന്നത് തീ പോലെയാണ്. അത് നമ്മൾ ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് കത്തിപ്പടരുന്നേ ഉള്ളിലോട്ട്. പക്ഷെ നമുക്ക് ആവശ്യമുള്ള എടുത്തിട്ട് ബാക്കിയുള്ളത് പുറത്തേക്ക് ഇടുക. എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാതെ ഇട്ടുകൊണ്ടിരിക്കുന്നത്?
ഇതൊക്കെയാണ് നമ്മോട്ടാണ് നമ്മൾ വിചാരിക്കും. കാരണം നമ്മുടെ ജീവിത സാഹചര്യങ്ങളാണ്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ്. ഒന്നുമല്ല, എല്ലാം തോട്ട്സ് ആണ്. നമുക്ക് വിജയിച്ച എത്ര ആൾക്കാരുണ്ട്, എല്ലാവരും എടുത്ത് നോക്കി അറിയാമല്ലോ. കാരണം അവർക്കൊക്കെ ഉള്ളൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഈ തോട്ട് പാരഡൈം അല്ലെങ്കിൽ തോട്ട് ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷൻ, ക്ലാരിറ്റി, എനർജി, 3 സംഭവങ്ങളുണ്ട്. നമുക്കൊരു ഡയറക്ഷൻ കിട്ടും. നമ്മൾ ഇപ്പം ഈ പറയും പോലെ നമുക്ക് എന്തുകൊണ്ട് നമ്മൾ തോറ്റുപോയി, എന്തുകൊണ്ട് നമുക്ക് സംഭവിച്ചു എന്നതിൽ നിന്ന് നമുക്ക് എന്താണ് ഇവിടെ സംഭവിച്ചത്, നമ്മൾ ഇതിൽ നിന്ന് എന്ത് പഠിച്ചു, അടുത്ത പ്രാവശ്യം നമുക്ക് ഈ ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ എന്ത് ചെയ്യാം എന്നൊരു ഇതിലേക്ക് മാറുമ്പോഴാണ് നമുക്കൊരു ഡയറക്ഷൻ കിട്ടും. അവിടെ നമുക്ക് ക്ലിയർ ആയിട്ടൊരു പാത്ത് കിട്ടും, നമുക്ക് എങ്ങനെ പോകാം, ഒരു ക്ലാരിറ്റി കിട്ടും, എങ്ങനെ പോകണം, ഒരു എനർജി കിട്ടും, മുന്നോട്ട് പോകാനുള്ള ഊർജം. നമ്മൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരില്ലേ, സിനിമാ നടന്മാരുണ്ട്, ബാക്കി ക്രിക്കറ്റേഴ്സ് ഉണ്ട്, നമ്മൾ അവരെയൊക്കെ ആരാധിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നമ്മൾ അവരെയൊക്കെ കാണുമ്പോൾ പറയാറില്ലേ, ഓ വലിയ കഴിവുള്ള ആളായതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. പക്ഷെ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ, ഇവർക്കെല്ലാം 24 മണിക്കൂറല്ലേ ഉള്ളൂ, അതോ ഇവർക്ക് കൂടുതൽ സമയമുണ്ടോ? 48 മണിക്കൂർ. ഇപ്പൊ മോഹൻലാലിനൊക്കെ ഇത്രയും നന്നായിട്ട് അഭിനയിക്കുന്നതുകൊണ്ട് 48 മണിക്കൂർ അങ്ങനെ കൊടുത്തിട്ടുണ്ട്, കൂടുതൽ സമയം ഇരിക്കട്ടെ എന്ന്. ഇല്ല, അവിടെ സംഭവിക്കുന്നത് എന്താ, ഇത് തന്നെയാണ്. അവർക്ക് അവരുടെ തോട്ടിൽ ഒരു ക്ലാരിറ്റി ഉണ്ട്. അവരിതുപോലെ തോട്ട് ഷിഫ്റ്റിംഗ് നടത്താറുണ്ട്. തോട്ട് ഷിഫ്റ്റ് പാരഡൈം എന്ന് പറയുന്നത് അവർ അറിഞ്ഞോ അറിയാതെയോ അവരുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. കാരണം അതുകൊണ്ടാണ് അവരിങ്ങനെ നിന്ന് പോകുന്നത്. അല്ലെങ്കിൽ അവർക്കും ഇങ്ങനെ വിഷമിച്ചിരിക്കാനേ സമയം കാണത്തുള്ളൂ. അപ്പൊ അവരവരുടെ മേഖലയിൽ എക്സ്പേർട്ട് ആവും. കാരണം ഇപ്പം മോഹൻലാലിനെ പിടിച്ചിട്ട് നമുക്ക് എന്താ പറയാ, ക്രിക്കറ്റ് കളിക്കാനായിട്ട് നിർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മോഹൻലാലിന് പറ്റത്തില്ലായിരിക്കും. കാരണം മോഹൻലാലിന് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ അഭിനയത്തിലാണ്. സച്ചിൻ തെണ്ടുൽക്കറിനെ കുറിച്ച് അഭിനയിക്കാൻ നിർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മോഹൻലാലിനോളം അഭിനയിക്കാൻ പറ്റത്തില്ല. കാരണം സച്ചിൻ തെണ്ടുൽക്കർ ക്രിക്കറ്റിലാണ്, അദ്ദേഹത്തിന്റെ തോട്ട് മുഴുവൻ ക്രിക്കറ്റിനെ കുറിച്ചാണ്. അവിടെയാണ് അദ്ദേഹം ആ തോട്ട് പാറ്റേൺസ് കൊണ്ടുവരുന്നത്. നമ്മളിന്ന് ഫൈസൽ സാറിന്റെ ഒരു സ്റ്റാറ്റസ് ഉണ്ട്, അതിൽ പറയുന്നുണ്ട്, നമ്മൾ എന്നും ഒരേ രീതിയിൽ ഒരേ പാറ്റേണിൽ ജീവിച്ചിട്ട്, ഒരേ തോട്ട് പാറ്റേണിലൂടെ ജീവിച്ചിട്ട് ഡിഫറെന്റ് ഔട്ട്കം വേണമെന്ന് പറയുന്നത് എന്തർത്ഥമാണുള്ളത്? എന്നും നമുക്ക് കടമാണ്, ഇത് നമ്മൾ എന്ത് ചെയ്യും, പൈസയ്ക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നൊക്കെ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് നമുക്ക് പൈസ വേണം, സമ്പാദിക്കണം എന്നൊക്കെ വിചാരിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? നമ്മൾ പറയാറുണ്ട്, യുവർ മൈൻഡ് ഈസ് നോട്ട് എ ഡസ്റ്റ്ബിൻ എന്ന് പറയുന്നത്. നമ്മളെ മൈൻഡ് എന്ന് പറയുന്നത് ഡസ്റ്റ്ബിൻ അല്ല ഒരിക്കലും. ഇറ്റ്സ് എ ഡിസൈൻ സ്പേസ്. ഒരു ഡിസൈൻ സ്പേസ് ആണെന്ന് പറയും. കാരണം നമുക്കത് പല കാര്യങ്ങളും ഡിസൈൻ ചെയ്യാൻ പറ്റും. നമുക്ക് എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഡിസൈൻ ചെയ്യാം? നമ്മളെ തോട്ട് പാറ്റേൺസിലൂടെ, നിലവിലുള്ള തോട്ട്സിൽ തോട്ട് ഷിഫ്റ്റ് നടത്തുന്നതിലൂടെ. കാരണം നിലവിലുള്ള തോട്ട്സിൽ തോട്ട് ഷിഫ്റ്റിംഗ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ലൈഫ് ഡിസൈൻ ചെയ്യാൻ പറ്റും. യുവർ ലൈഫ് ഈസ് നോട്ട് കൺട്രോൾഡ് ബൈ സർക്കംസ്റ്റാൻസസ്, ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ യുവർ തോട്ട്സ് യു ചൂസ് റിപ്പീറ്റഡ്ലി. കാരണം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ചല്ല നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അത് നമ്മുടെ ചിന്തകൾ, നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് എന്താണോ ചിന്തിക്കുന്നത് അതനുസരിച്ചാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ, യു ഗെറ്റ് വാട്ട് യു വാണ്ട്. തെറ്റാണ്. യു ഗെറ്റ് വാട്ട് യു വാണ്ട് എന്നല്ല, യു ഗെറ്റ് വാട്ട് യു തിങ്ക് കൺസിസ്റ്റന്റ്ലി. നിങ്ങൾ എന്തിനെ കുറിച്ചാണോ കൺസിസ്റ്റന്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്നത് അതായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ എന്താ പറയുക, പോസിറ്റീവ് ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ കൂടുതൽ സ്ട്രോങ് ആയിട്ട് ഇരിക്കണമെന്നോ ഡെയിലി ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ചിന്തിക്കാൻ നിങ്ങൾ അങ്ങനെ തന്നെ ആയിത്തീരും. അതിൽ വേറെ ആർക്കും എന്താ പറയാൻ, കുറ്റം പറയാനോ ഒന്നും പറ്റത്തില്ല. പക്ഷെ തിരിച്ച് നമ്മൾ വീക്കാണ്, നമ്മളെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കും. വേറെ മാറ്റമൊന്നും അവിടെ വരുന്നില്ല. അതാണ് നമ്മുടെ ഒരു തോട്ട് ഷിഫ്റ്റ് പാറ്റേണിൽ വരുന്നത്. നമുക്ക് തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ നോക്കി അറിയാൻ സാധിക്കും പല കാര്യങ്ങൾ. നമ്മളിപ്പോൾ എൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ, ഞാൻ പണ്ട് ഈ പറഞ്ഞ പോലെ ഒരു വർക്ക് റിലേറ്റഡ് ആയിട്ട് ജീവിച്ചിരുന്ന ആളാണ്. കാരണം എനിക്ക് ഇങ്ങനെ ട്രെയിനിങ് എടുക്കാൻ പറ്റുമെന്നോ അങ്ങനെയൊന്നും അറിയത്തില്ല. വർക്ക് റിലേറ്റഡ് ആയിട്ട് ഞാൻ ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. എൻ്റെ ഏജൻസിനൊക്കെ ട്രെയിനിങ് എടുക്കാറുണ്ട്. അവരെല്ലാം നല്ല അഭിപ്രായം പറയാറുണ്ട്. പക്ഷെ ഫൈസൽ സാറിനെ ആദ്യം കണ്ട സമയത്താണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞത്, നിങ്ങൾക്ക് ട്രെയിനിങ് കുറച്ചും കൂടെ ആപ്റ്റ് ആയിരിക്കും. അപ്പോഴും ഞാൻ പറഞ്ഞത് എനിക്ക് സംശയമുണ്ട്, അത് ഞാൻ വിചാരിച്ച പറ്റത്തില്ല.
കാരണം അപ്പോഴും എൻ്റെ ഒരു തോട്ടം എന്ന് പറയുന്നത് ഇത് അങ്ങനെ എല്ലാവർക്കും പറ്റുന്നതൊന്നുമല്ല. ജസ്റ്റ് എന്തോ വലിയ നമുക്ക് ഭയങ്കര എഡ്യൂക്കേഷൻ വേണം, വലിയ കഴിവുള്ള ആളായിരിക്കണം, ഞാൻ അങ്ങനത്തെ ഒരാളല്ല. പക്ഷെ ഇതിലൊരു ഫസ്റ്റ് ബാച്ച് വന്ന് എനിക്കത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. പിന്നെ സെക്കൻഡ് ഒരു ഫസ്റ്റ് ബാച്ച് 21 കയറിയപ്പോഴാണ് ഞാൻ പൂർത്തിയാക്കുന്നത്. അപ്പോഴാണ് എനിക്ക് ബോധ്യമായത്. കാരണം ഓരോ പ്രാക്ടിക്കലും ചെയ്തു വരുമ്പോഴാണ് എൻ്റെ അവിടെ തോട്ട് ഷിഫ്റ്റ് ആവുകയായിരുന്നു. എനിക്കിത് പറ്റും, എന്നെ കൊണ്ട് സാധിക്കും. ആ സമയത്ത് സാമ്പത്തികമായിട്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതും ഈ പറയുമ്പോൾ തോട്ട് ഷിഫ്റ്റ് നടത്തിയാണ് ഞാൻ കൊണ്ടുപോകുന്നത്. കാരണം ഇത്രയൊക്കെ ഇപ്പൊ പണ്ടൊരു ബിസിനസ്സുകാരൻ ചിന്തിച്ചൊരു കാര്യം എനിക്ക് ഓർമ്മ വരാണ്. ഇതില് അയാൾക്ക് ഒരു 60-80 കോടി രൂപയുടെ കടമുണ്ട്. അപ്പൊ അയാള് ഈ സൂയിസൈഡ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് ഈ കടം ഉള്ളതുകൊണ്ട്. അപ്പൊ അയാൾ ചിന്തിച്ചൊരു കാര്യമുണ്ട്, 60 കോടി കടം ഞാൻ ഉണ്ടാക്കി, എന്തുകൊണ്ട് എനിക്ക് അങ്ങനെയാണെങ്കിൽ 60 കോടി സമ്പാദ്യം ഉണ്ടാക്കിക്കൂടാ, അല്ലെങ്കിൽ 60 കോടി ബിസിനസ്സിലൂടെ വീണ്ടും ഏൺ ചെയ്തു. 60 കോടി കടം ഉണ്ടാക്കാൻ ഒരാൾക്ക് എബിലിറ്റി ഉണ്ടെങ്കിൽ എന്തായാലും അയാൾക്ക് 60 കോടി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്, സമ്പാദിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു തോട്ട് ഷിഫ്റ്റ് പാരഡൈം എന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ അയാൾ അങ്ങനെ ആലോചിച്ചപ്പോൾ, കാരണം 60 കോടി കടമുണ്ട്, എനിക്ക് ആ കടം ഉണ്ടാക്കാൻ സാധിച്ചെങ്കിൽ എന്തുകൊണ്ട് വീട്ടാൻ സാധിച്ചുകൂടാ. അയാൾ പിന്നീട് വീണ്ടും കമ്പനി റീസ്റ്റാർട്ട് ചെയ്തു. അയാൾ ചിന്തിച്ചതുപോലെ കടം വീട്ടുക തന്നെ ചെയ്തു. കടം വീട്ടേ ചെയ്തു, കമ്പനിക്ക് ഡബിൾ ടേൺ ഓവർ ഉണ്ടാക്കുകയും ചെയ്തു. അതാണ് ഈ തോട്ട് ഷിഫ്റ്റ് പാറ്റേണിന്റെ ഒരു പവർ എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ചിന്തകൾക്ക് നമ്മൾ വിചാരിക്കും പോലെയല്ല, നല്ലൊരു പവർ ഉണ്ട്, ഒരു മാഗ്നറ്റിക് പവർ ഉണ്ടെന്ന് പറയാം. കാരണം നമ്മൾ ദ സീക്രട്ടിന്റെ ബുക്കിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് സിമിലർ ആയിട്ടുള്ള ഒരുപാട് ചിന്തകൾ അതിന്റെ കൂടെ വരുന്നതാണ്. അപ്പൊ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരു കൂട്ടം നെഗറ്റീവ് ചിന്തകൾ ആ ചിന്തയെ ഒന്ന് അട്രാക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇപ്പൊ കടത്തെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാ, പൈസ ഇല്ലാത്തത്, നാളെ ബാങ്കുകാർ വരുന്നത്, ബഹളം ഉണ്ടാക്കുന്നത്, ഇങ്ങനെയുള്ള നല്ല നെഗറ്റീവ് ചിന്തയായിരിക്കും വരുന്നത്. പക്ഷെ മറിച്ച് നമ്മുടെ ഒരു ബിസിനസ് സക്സസ് ആവുന്നത്, അല്ലെങ്കിൽ ജോലിയിൽ പ്രൊമോഷൻ കിട്ടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന എന്താ പറയുക ബെനിഫിറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. എന്ന് വെച്ചാൽ നമ്മളെ തോട്ട്സ് അങ്ങനെയാണ്. നമ്മളൊരു തോട്ട് ചിന്തിക്കുമ്പോൾ അതിന് സിമിലർ ആയിട്ടുള്ള ഒരുപാട് തോട്ട്സ് നമ്മളെ മനസ്സിലേക്ക് വരും എന്നുള്ളതാണ്. അതിലാണ് ഈ തോട്ട് ഷിഫ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു സംഗതിയാണ് ഈ തോട്ട് ഷിഫ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത്. അത് തന്നെയാണ് പറഞ്ഞത്, ജീവിതത്തിൽ ഒരു മാറ്റം വരണമെങ്കിൽ എല്ലാം വേണം, സ്കില്ലും വേണം, എക്സ്പീരിയൻസ് വേണം, എല്ലാം. അതിന് മുന്നോടിയായിട്ട് ഒരു നല്ലൊരു തോട്ട്, നമ്മുടെ തിങ്കിങ് പാറ്റേൺ കറക്റ്റ് ആയിരിക്കണം. നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ലൈഫ് എങ്ങനെ പോകുന്നു, നമ്മളാണ് നമ്മളെ ലൈഫ് എങ്ങനെ പോകുന്നു എന്ന് ഡിസൈൻ ചെയ്യാൻ തിങ്കിങ്ങിലൂടെ. ഒരു ദിവസം നമ്മുടെ തലച്ചോറിലൂടെ 60,000 മുതൽ 70,000 ചിന്തകളാണ് കടന്നു പോകുന്നത് എന്നാണ് പറയപ്പെടുന്നത്. 60,000 മുതൽ 70,000. ഈ 60,000 ചിന്തകൾ എന്ന് പറയുന്നത് വെറും 12 ചിന്തകളുടെ റിപ്പീറ്റേഷനാണ്. ആവറേജ് എടുത്ത് നോക്കിയ 12 ചിന്തകളെ ഉള്ളൂ സത്യം പറഞ്ഞു. അപ്പോ ഈ 12 ചിന്തകളിലും എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കണം എന്ന് പറയാൻ പറ്റത്തില്ല, അത് പ്രാക്ടിക്കൽ ഇല്ല. പക്ഷെ നിങ്ങൾക്ക് ഈ 12 ചിന്തകളിൽ ഒരു 9 അല്ലെങ്കിൽ 10 ഒരു 9 നിങ്ങൾക്ക് പോസിറ്റീവായി ചിന്തിച്ചൂടെ, ഒരു 3 നെഗറ്റീവ് ആയിക്കോട്ടെ, പ്രശ്നമില്ല, അത് മതിയാവും. ഈ നെഗറ്റീവ് ചിന്തകൾക്ക് നിങ്ങൾക്ക് ഷിഫ്റ്റ്, ഈ തോട്ട് ഷിഫ്റ്റ് പാരഡൈം എന്ന സാധനം ഈ നെഗറ്റീവ് ചിന്തകളിൽ നടത്തിക്കൂടി. നെഗറ്റീവായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് വിശ്വസിക്കുന്നിടത്ത് എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ, ഒരു കൈ നോക്കാമല്ലോ, ഒരു കൈ നോക്കുന്നത് കൊണ്ട് നഷ്ടമൊന്നും ഇല്ലല്ലോ എന്ന് എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ. ഇതൊക്കെയാണ് നമ്മുടെ ഒരു തോട്ട് ഷിഫ്റ്റിൽ വരുന്ന സംഭവം എന്ന് പറയുന്നത്. കാരണം പല കാര്യങ്ങളും ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ ഇതിലൂടെ മാറ്റിയെടുത്തു, തോട്ട് ഷിഫ്റ്റിലൂടെ. കാരണം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് പിന്നീട് തോട്ട് ഷിഫ്റ്റ് നടത്തിയിട്ട് ഇതിൽ മെയിനായിട്ട് വേറൊരു കാര്യം എന്താ നമ്മൾ നേരത്തെ പറഞ്ഞത്, അവയർനെസ്, ചലഞ്ച്, റീപ്ലേസ് വരുന്നുണ്ട്. റീപ്ലേസ് നമ്മൾ നല്ല തോട്ട്സ് അല്ലെങ്കിൽ നമുക്ക് പവർഫുൾ ആയിട്ടുള്ള തോട്ട്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ വരുന്നുണ്ട്. ഇതിന് ശേഷം ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്, അതാണ് ആക്ഷൻ. ആക്ഷൻ ചെയ്യാതെ ഒന്നും നടക്കത്തില്ല. ആക്ഷൻ മസ്റ്റാണ്, ഇതിൽ ആക്ഷൻ മസ്റ്റാണ്, ആക്ഷൻ ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. അപ്പോ ഇതാണ് ഈ തോട്ട് ഷിഫ്റ്റ് പാരഡൈം എന്നുള്ളൊരു വിഷയത്തിലേക്ക് പറയാനുള്ളത്. നിങ്ങൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക, ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുക, എല്ലാവർക്കും വിജയം ഉറപ്പായിട്ടും ഉണ്ടാവും. ഇത്രയും നേരം കേട്ടുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു ആൾ.
താങ്ക് യു അഭിരാം സർ. ഈ ഒരു വിഷയത്തിലേക്ക് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ഓൺ ചെയ്യുകയോ ഫീഡ്ബാക്ക് പറയുകയോ ചെയ്യും. ഓക്കെ അഭിരാംജി, എനിക്ക് വേറൊരു ആ. മീറ്റിങ്ങിന് പോകാനുണ്ട്, അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞേക്കാം. ഓക്കെ, പറയൂ, ഇതിൽ ഈ please. പറഞ്ഞ ഈ കണ്ടന്റിൽ വരുന്ന മെയിൻ ഇതായിട്ടുള്ളത് മൈൻഡ് സെറ്റ് ആണ്. അതിനെയാണ് നമ്മളിപ്പം വേറെ മാറ്റി മാറ്റി പറയുന്നുണ്ട്. ഓൾവേസ് അതെ, എ പേഴ്സൺ, ഒരാൾ വന്നിട്ട് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ഈ നെഗറ്റീവ് മൈൻഡ് സെറ്റിൽ നേരത്തെ സൂസൻ ജി പറഞ്ഞതുപോലെ ഈ ഫിയർ, ദി മൊമെന്റ് ഫിയർ ആണ് ഏതൊരു മുന്നിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ദെൻ നമ്മുടെ റാഷണൽ തിങ്കിങ് കംപ്ലീറ്റ് ആയിട്ട് പമ്പ് കിടക്കും. ദെൻ കംപ്ലീറ്റ് ആയിട്ട് ആ എമോഷൻ, ദി സോ കോൾഡ് അമിഗ്ഡല ഹൈജാക്ക്, അതിൽ കൂടെ വന്നിട്ട് ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് ആദ്യമായിട്ട് ഒരു പോസിറ്റീവ് തിങ്കിങ് എന്ന് വെച്ചാൽ ഞാൻ ഉപയോഗിക്കുന്ന 2 ഇതുണ്ട്. ചില മന്ത്രം എന്ന് പറയുന്ന വെച്ചാൽ സോ വാട്ട് എന്നുള്ള ആ വാക്ക് ഇങ്ങനെ സംഭവിച്ചു. സോ വാട്ട്, ആകാശം ഇടിഞ്ഞു വീഴുമോ എന്ന് ഞാൻ എന്നോട് തന്നെ, ഇങ്ങനെ സംഭവിച്ചാൽ എന്തോ ആകാശം ഇടിഞ്ഞു വീഴുമോ? ഇല്ലല്ലോ. അപ്പോൾ തന്നെ പൗതി പേടി മാറിക്കിട്ടും. സൂസൻ ജി, പേടി മാറിക്കിട്ടായിട്ട് ആദ്യം ഉപയോഗിക്കേണ്ടത് സോ വാട്ട്, യെസ് സർ. ആകാശം ഇടിഞ്ഞു വീഴുന്നു. ആകാശം ഇടിഞ്ഞു വീഴത്തില്ലല്ലോ. ദെൻ ഫിയർ അപ്പം തന്നെ അങ്ങ് താഴോട്ട് പോകും. ഇനി അടുത്ത പിന്നെ ഒന്ന് ഓർക്കേണ്ട അടുത്ത മന്ത്രം എന്ന് വെച്ചാൽ വൈ നോട്ട്. ഏതൊരു അറ്റംപ്റ്റ് എടുക്കുമ്പോൾ വൈ നോട്ട്, എന്തുകൊണ്ട് ചെയ്തുകൂടാ, അങ്ങനെ ട്രൈ ചെയ്തുകൂടാ. അപ്പോൾ അതിൽ തന്നെ കുറെ കറേജ് വരും. 2 ഇതാണ്, ഒന്ന് സോ വാട്ട്, അടുത്ത വൈ നോട്ട്. ഇത് 2 ഉണ്ടെങ്കിൽ മിക്ക പ്രശ്നങ്ങളും മാറിക്കിട്ടും. താങ്ക് യു. അഭിരാം സർ, കാണാനില്ലല്ലോ ആളിനെ. താങ്ക് യു വെരി മച്ച്. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ടോപ്പിക്ക് നല്ല രീതിയിൽ തന്നെ കവർ ചെയ്തു. പാരഡൈം ഷിഫ്റ്റ്, തോട്ട് ഷിഫ്റ്റ് നടത്തുന്നത് നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ വേണു സാർ പറഞ്ഞ പോലെ സോ വാട്ടും വൈ നോട്ടും കൂടെ ആഡ് ചെയ്യുന്നത് ആ ഫിയറിനെ എടുത്തു മാറ്റാൻ നല്ലതാണ്. സോ എനിവേ, the tips that you gave, it's actually valuable. തോട്ട്സ് ഒക്കെ നമ്മൾ പോസിറ്റീവിലേക്ക് മാറ്റി നമുക്ക് എന്തുകൊണ്ട് വിജയത്തിലേക്ക് എത്തിക്കൂടാ, ആ ഒരു ചിന്തയാണ് നമുക്ക് ഇട്ട് തന്നത്. സോ താങ്ക് യു വെരി മച്ച്. നല്ല പ്രസന്റേഷൻ. ആൻഡ് നമ്മുടെ ഇൻട്രോയും വളരെ നല്ലതായിരുന്നു. സോ 2 പേർക്കും അഭിനന്ദനങ്ങൾ. ഓക്കെ, ഫൈസൽ സർ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാൻ പറ്റുന്നില്ലേ? താങ്ക് യു മാം, താങ്ക് യു. രണ്ടു പേർക്കും അഭിനന്ദനം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അഭിരാം സാറിന് എന്ത് പറ്റി? കാണുന്നില്ല ആളുകൾ, ഐ മീൻ വീഡിയോ ഇല്ല. ശരിയോ? കാണുന്നില്ല. ഇറ്റ്സ് ഓക്കെ. നമ്മളെന്തായാലും റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം വീഡിയോയിൽ കാണാലോ, റെക്കോർഡിംഗിൽ കാണാലോ പുള്ളിക്ക്. അതെ, തീർച്ചയായിട്ടും. ആരോ എന്തോ പറയുന്നുണ്ടോ? ഫീബിളായിട്ട് കേൾക്കുന്ന പോലെ. ഇല്ല, ആരുടെയും മൈക്ക് ഓൺ ആയിരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇനി ആർക്കും അതിൽ ആഡ് ഓൺ ചെയ്യാനോ. അഭിരാം സാറിന്റെ തന്നെ മൈക്കാണത്. ഞാൻ എന്റെ ഓൺ ചെയ്തേ ഉള്ളു. യെസ്, there you are. എനിവേ, നല്ല സെഷൻ ആയിരുന്നു അഭിരാം സാർ. തോട്ട് ഷിഫ്റ്റ് പാരഡൈം എല്ലാവരുടെയും ലൈഫ് ബേസ് ചെയ്തിരിക്കുന്ന തോട്ട്സിലാണല്ലോ. നത്തിങ് ഇസ് ബിയോണ്ട് തോട്ട്സ്. എവറിഥിങ് സ്റ്റാർട്ട്സ് ആൻഡ് എൻഡ്സ് വിത്ത് തോട്ട്സ് എന്ന് ഐ ബിലീവ്. ബാക്കിയെല്ലാം അതിന്റെ ഒരു സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ആയിട്ട് നിൽക്കുന്നതാണല്ലോ. ഇറ്റ്സ് എ ഗുഡ് സെഷൻ. താങ്ക് യു സോ മച്ച്. ഫൈസൽ സർ, നല്ല ഇൻട്രോ ആയിരുന്നു. സംതിങ് ദാറ്റ് കോട്ട് മൈ അറ്റൻഷൻ ഇസ് സാറ്
ആദ്യത്തെ ഒരു സെക്കൻഡ് ടൈമാണ് പ്രൊഫഷണൽ ട്രെയിനേഴ്സ് ചെയ്യുന്നതെന്നുള്ളത്. ഞങ്ങളെ പഠിപ്പിച്ച ഫൈസൽ സാർ ഈ കാര്യം പറഞ്ഞിരുന്നു, ഒരാള് സെക്കൻഡ് ടൈം വന്നത് ചെയ്യുന്നതെന്ന്. സോ അന്ന് ഞാൻ വിചാരിച്ചിരുന്ന ആളെ ഒന്ന് കാണണമെന്ന്. സോ ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി. ആ ആളാണ് ഈ ആള്. താങ്ക് യു. അതെ അതെ, ഈ ആളാണ് ആ ആള്. താങ്ക് യു സോ മച്ച്. ഞങ്ങള് ബാച്ച്മേറ്റ്സ് ആട്ടോ. അറിയാം പിന്നെ. ഓക്കെ, ഇനി Thank ആർക്കും you. ഇതില് ആഡ് ഓൺ ചെയ്യാനില്ല എന്ന് തോന്നുന്നു അല്ലേ അഭിരാം സാറിന്റെ ക്ലാസ്സിലേക്ക്? ഇല്ല. അപ്പൊ വളരെ നല്ലൊരു ടോപ്പിക് തന്നെയായിരുന്നു സാർ എടുത്തത്, അഭിരാം സാർ. ജീവിതത്തിൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നു നിങ്ങൾ അതായി തീരുന്നു എന്നാണ് പറയാ. പക്ഷെ അത് പറഞ്ഞിട്ട് എപ്പോഴും പോസിറ്റീവ് തിങ്കിങ് ഇറ്റ്സ് നോട്ട് പോസിബിൾ അല്ലെ. പക്ഷെ സാറ് പറഞ്ഞതുപോലെ ഈ വീഴ്ച ഉണ്ടാവുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും എന്തുകൊണ്ട് എനിക്ക് ഇതിൽ നിന്ന് കരകയറിക്കൂടാ, എനിക്ക് എന്തുകൊണ്ട് ഇത് മറിച്ച് ചെയ്തുകൂടാ എന്ന് ആ ഒരു തോന്നൽ, ആ ഒരു തോട്ട് വരിക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. there will be times when we feel low, when we feel lost. പക്ഷെ അതല്ല ദി എൻഡ്. അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ചെയ്യാൻ ഒരുപാട് കഴിവുകൾ ഉണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ തന്നെയായിരുന്നു ഈ തോട്ട് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. വളരെ മനോഹരമായ ഒരു ക്ലാസ് തന്നതിന് അഭിരാം സാറിനും അതുപോലെ തന്നെ നല്ലൊരു ഇൻട്രോ തന്നതിന് ഫൈസൽ സാറിനും ഒരുപാട് നന്ദി പറയുന്നു. ട്രെയിനേഴ്സ് ടോക്കിന്റെ മറ്റൊരു ട്രെയിനറുമായി നമ്മൾ തിങ്കളാഴ്ച ഇനി വീണ്ടും കാണുന്നതാണ്. അപ്പോഴും ഇന്നത്തെ പോലെ തന്നെ ഇതുപോലെ വന്ന് എല്ലാവരും ട്രെയിനേഴ്സിനെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. Thank you. Good Thank night. you. Good night. ഗുഡ് നൈറ്റ്.